നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ബാർ അസോസിയേഷന്റെ പുതിയ ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ച് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് KN ബാലഗോപാൽ നിർവഹിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ അധ്യക്ഷസ്ഥാനം നിർവഹിക്കുകയും ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് RS അനീഷ് സ്വാഗത പ്രസംഗം നിർവഹിക്കുകയും ചെയ്തു. സന്തതം കരധാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അകരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീ ഒരു ബാർ അസോസിയേഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1978-ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1978-ല് മഹാരഥന്മാരായ ധാരാളം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ഒരു കൊട്ടാരക്കര ബാർ അസോസിയേഷന് ഒരു ബൈലോ ഉണ്ടാക്കി. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ബാർ അസോസിയേഷൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സന്തോഷകരമായ വാർത്ത കൂടിയാണ്. ഏകദേശം 46ാമത്തെ ഔപചാരികമായ കമ്മിറ്റിയുടെ ഒരു വാർഷികമാണ് ഇന്ന് നടക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലേക്ക് ഒരു വിജിലൻസ് കോടതി സർക്കാരും ഹൈക്കോടതിയും ചേർന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് കൊല്ലം ജില്ലയിലാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും മധ്യഭാഗം കൊട്ടാരക്കരയായതുകൊണ്ട് മന്ത്രി മനസ്സ് വെച്ചാൽ അത് കൊട്ടാരക്കരയ്ക്ക് കിട്ടും എന്നാണ് കൊട്ടാരക്കര ബാർ അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മറ്റ് വൈതരണികൾ ഇല്ലെങ്കിൽ കൊട്ടാരക്കര സൗകര്യമുണ്ട്. കൊട്ടാരക്കര ഗേൾസ് ഹൈസ്കൂളിൽ പഴയ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ട്രഷറി, സബ് ട്രഷറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒഴിഞ്ഞു കിടക്കുകയാണ്. പുതിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതുകൊണ്ട് ഈ ഒരു 2 കിലോമീറ്റർ അകലെയാണെങ്കിൽ കിലയിൽ ധാരാളം കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. പഴയ SP ആഫീസ്, നമ്മുടെ അബ്കാരി കോടതി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഫാമിലി കോടതി അബ്കാരി കോടതി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പഴയ SP ആഫീസ് ഇപ്പൊ ഏതാനും ആഫീസുകൾ മാത്രം പ്രവർത്തിക്കുന്ന നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന് തൊട്ട് പടിഞ്ഞാറ് വശത്ത് മജിസ്ട്രേറ്റ് കോടതികൾ പ്രവർത്തിക്കുന്ന കെട്ടിടം വല്ലപ്പോഴും ഒരു മീറ്റിംഗ് കൂടുന്നതിന് മാത്രം ഉപയോഗിക്കപ്പെടുന്ന നിലയിലാണ്. ഇത്തരത്തിൽ സർക്കാർ കെട്ടിടങ്ങൾ വാടക കൂടാതെ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും കൊട്ടാരക്കരയുണ്ട്. ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ടോട്ടൽ ഉദ്ഘാടനമാണെങ്കിലും വാസ്തവത്തിൽ ഇനി കോടതിയിൽ കൂടുതൽ നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേദി കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കൊട്ടാരക്കര ബാർ അസോസിയേഷൻ കോർട്ട് സെന്ററിന് കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഞാൻ 2-3 തവണ ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല പങ്കാളിത്തമുള്ള പരിപാടി ഇന്നാണ് എന്നുള്ളത് സന്തോഷത്തോടുകൂടി പറയുന്നു. എല്ലാവരും നേരത്തെ 2-3 പരിപാടികൾ നമ്മളിവിടെ ഒഫീഷ്യലായ പരിപാടികൾ പുതിയ കോടതിയുടെ കാര്യത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. കൂടുതൽ കോടതികൾ ഇപ്പോ ഒരു ജില്ലാ സെന്ററിലുണ്ടായിരുന്ന കൊല്ലത്തെ കോടതികളുടെ അത്രയും കോടതികൾ ഇപ്പൊ കൊട്ടാരക്കരയുണ്ട്. ഉണ്ടായിരുന്ന എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാനൊരു പോസിറ്റീവായ 4
ഡിസ്ട്രിക്ട് ജഡ്ജ് റാങ്കിൽ നാല് കോടതികൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കോടതിയും ഇപ്പൊ ആരംഭിച്ച പത്തനാപുരം കോടതി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ജില്ലാ ജഡ്ജി തലത്തിലുള്ള കോടതികളുണ്ട്. കേരളത്തിലെ ജുഡീഷ്യറിയുടെ രംഗത്ത് വന്നേക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ഇന്ത്യയിലാകെ അതേപോലെയാണ് എന്ന് എനിക്കറിയില്ല. അത്രയും ഇല്ല എന്നാണ് ധാരണ. 200 ചില്ലാനം ജില്ലാ ജഡ്ജസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്രയേറെ വ്യാപനം എന്ന് പറഞ്ഞാൽ അതേപോലെ മറ്റു ഓഫീസേഴ്സ് എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ വിപുലമായ ഒരു സംവിധാനമായി മാറുന്നെന്ന് മാത്രമല്ല, കൊട്ടാരക്കര കോടതിയിൽ 600-ലധികം ആളുകൾ എൻറോൾഡ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അത് വലിയ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. നമ്മുടെ കോടതികൾ എല്ലാ മേഖലയിലും ഈ ഔദ്യോഗിക സംവിധാനങ്ങളും അതിന്റെ വിവിധ മേഖലകളിലുള്ള പുതിയ സംവിധാനങ്ങൾ, കോടതിയിലായാലും മറ്റെല്ലാ മേഖലയിലും പുതിയ സംവിധാനങ്ങൾ വരികയാണ്. ഒരു വശത്തുകൂടി അത് വളരെ ഫാസ്റ്റായിട്ട് വരുമ്പോൾ കോടതി ഇപ്പോൾ ഈ കോർട്ടുകളാക്കുക എന്നുള്ളതിന് ഉള്ള സജീവമായ പ്രവർത്തനം നടക്കുകയാണ്. കോടതിയുടെ വേഗവും കോടതിയുടെ രീതികളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി ചില മോഡൽ കോടതികൾ ഇപ്പൊ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫയലിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്ന തരത്തിലേക്കുള്ള പുതിയ കോടതി ഇപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കോടതിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ 2 തവണ വന്ന് ഒന്ന് നമ്മൾ പുതുതായിട്ട് നമ്മുടെ അഡീഷണൽ സെഷൻസ് ഒരു പുതിയ പോസ്റ്റ്കാർഡ് ആ സമയത്താണ് നമ്മൾ ഒഫീഷ്യലായ ഒരു പരിപാടി അതിന്റെ ആലോചന യോഗത്തിൽ വന്നത്. കഴിഞ്ഞ തവണ ഞാൻ തന്നെ ഒരു യോഗം വിളിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വന്നത് നമ്മുടെ ഈ ഫയലിങ്ങുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ്. 302 ഒക്കെ. പക്ഷെ നമുക്കിവിടെ കൊല്ലം ജില്ലയിലെ കൊല്ലം കഴിഞ്ഞാൽ ആദ്യത്തെ സബ് കോടതി ഇവിടെയാണ്. എന്നിട്ടും 302 ഒക്കെ ഇവിടെ വരുന്നതിനുള്ള സൗകര്യക്കുറവ് അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ശ്രദ്ധയപ്പെട്ട് വന്നു. നമ്മളേതായാലും ഇവിടുന്ന് എല്ലാവരുടെ കളക്റ്റീവായിട്ട് ശ്രമിച്ചു. ഇപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. പി.കെ. രവീന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുൻപേ അറിയാം. ഞാൻ മുൻപൊരു കാലഘട്ടത്തിൽ ഇവിടെ ന്യായാധിപനായിരിക്കുമ്പോൾ അദ്ദേഹം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അന്നുള്ള ആ ഊഷ്മളമായ ബന്ധം ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. വളരെ പ്രാപ്തരാ മിതഭാഷയും കാര്യങ്ങളെല്ലാം വളരെ അവഗാഹവും പരിഗണിച്ച് എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള, ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ ഏത് പ്രവർത്തനത്തിനും വളരെ മുന്നിൽ നിന്ന് എല്ലാ തരത്തിലും നയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള ചുറുചുറുക്കുള്ള സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ശ്രീ A.S. സനീഷ്. മറ്റു ഭാരവാഹികളെല്ലാം എനിക്ക് വ്യക്തിപരമായി അറിയാം. മിക്കവാറും ആളുകൾ ഞാൻ ഇവിടുത്തെ ഒരു പ്രമുഖ കോടതിയിൽ ന്യായാധിപനായതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ്. കോടതിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുന്നേറി പോകണമെങ്കിൽ അതിനാവശ്യമായ സാഹചര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമാണ്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാർ അസോസിയേഷന്റെ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ ഞാനും ഈ ബാറിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നല്ല കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. സമയം കളയാതെ 1 വർഷക്കാലമേ ഉള്ളൂ. സമയബന്ധിതമായിട്ടൊരു ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ സീനിയേഴ്സിന്റെ ജൂനിയർ അഭിഭാഷകരുടെ എല്ലാ അഭിപ്രായങ്ങളും കൂടി എടുത്തുകൊണ്ട് പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകുമെന്നാണ് എന്നോട് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. നല്ല ക്ലാസ്സുകൾ, അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ സൂയിസൈഡ് മെന്റാലിറ്റി ഒഴിവാക്കി എടുക്കാനുള്ള ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ വേദനാജനകമാണ്. അതൊക്കെ ഒഴിവാക്കിയെടുക്കാനുള്ള നടപടികളിലേക്കൊക്കെ നമുക്ക് പോകണം. അതെല്ലാം ചാർട്ട് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായമുണ്ട്. ജൂനിയേഴ്സിന് തന്നെ നല്ല അഭിപ്രായങ്ങൾ പറയാൻ കാരണം ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള സീനിയേഴ്സ് ആണ്. അവർക്ക് ഒത്തിരി ഉണ്ടാവും, ജുഡീഷ്യൽ ഓഫീസർമാർക്കുണ്ടാകും. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തന്നെ ടൈം ബൗണ്ടായിട്ട് അതെല്ലാം ചെയ്യാനുള്ള ഇടപെടലാകട്ടെ. അതെല്ലാം ചെയ്യാമെന്നുള്ളത് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്.